എന്തായാലും ബിഗ് ബോസിന്റെ പണിയേറ്റു. വൈകിട്ട് കൊടുത്ത ടാസ്ക് അതിൻ്റെ ഉള്ളിൽ ഇഗ്നോർ ചെയ്യാനായിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ആള്, നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ആള്, ഇത് ആരൊക്കെയാണെന്ന് പറയാനായിരുന്നു ബിഗ് ബോസ് ഓരോരുത്തർക്കും കൊടുത്ത ടാസ്ക്. എന്തായാലും ആ ടാസ്ക് അങ്ങേറ്റു. ആ ടാസ്ക് കഴിഞ്ഞോടുകൂടി ജാസ്മിനും നൂറയും തമ്മിൽ പൊരിഞ്ഞടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിഞ്ഞടി. പരസ്പരം രണ്ടുപേരും ഇഗ്നോർ ചെയ്യാണ് ചെയ്തത്. പരസ്പരം ആദ്യം ജാസ്മിനാണ് നൂറയെ ഇഗ്നോർ ചെയ്തത്. പിന്നെ നൂറ അടുത്തത് വന്ന സമയത്ത് ജാസ്മിൻ ഇഗ്നോർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ജാസ്മിൻ ഒരു പിരിവെട്ടിയ ഇതിലായിരുന്നു. നീ ഈ വീട്ടിൽ നടന്നുകൊണ്ട് എന്നെക്കുറിച്ച് കുറ്റം പറയാറില്ലേ എന്നുള്ളതാണ് ജാസ്മിൻ്റെ ചോദ്യം. നൂറ പറഞ്ഞു, ഈ വീട്ടിൽ ആരോട് വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ ആരെടുത്തും പോയിട്ട് നിന്റെ കുറ്റം പറഞ്ഞിട്ടില്ല, എനിക്ക് അങ്ങനെ പറയേണ്ട ആവശ്യം എന്തിരിക്കുന്നത്, നീയാണ് എൻ്റെ പുറകെ നടന്നുകൊണ്ട് എന്നെ ശല്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ആരംഭിച്ചത്. പക്ഷേ ലൈവ് കാണുന്ന എപ്പിസോഡ് കാണുന്നവർക്കൊക്കെ കറക്റ്റായിട്ട് കാര്യം അറിയാം. നൂറ എല്ലാവരുടെ അടുത്ത് ജാസ്മിനെ കുറിച്ച് കുറ്റം പറയാറുണ്ട്. അത് നമ്മൾ കാണുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ജാസ്മിൻ പലപ്പോഴും നൂറയെ ഇഗ്നോർ ചെയ്യാറാണ് പതിവ്. അത് ആ വഴിക്ക് പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ജാസ്മിന് പിന്നെ ഗബ്രിയുടെ പിന്നാലെ നടക്കാനേ നേരമുള്ളൂ എന്നുള്ളതുകൊണ്ട് നോറയെ ശ്രദ്ധിക്കാനായിട്ട് അവിടെ ജാസ്മിന് നേരം കിട്ടാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വേറെ ആരുടെ പോയിട്ടും ജാസ്മിൻ അധികം സംസാരിക്കാത്തത് കൊണ്ട് പ്രത്യേകിച്ച് എന്ന് കുറ്റം പറയാനായിട്ട് ഇരിക്കാനായിട്ട് ജാസ്മിന് നേരവുമില്ല. അതുകൊണ്ട് നൂറയെ കുറ്റം പറയാറുമില്ല. പക്ഷെ നൂറ അങ്ങനെയല്ല. ജാസ്മിന്റെ കുറ്റം എല്ലാവരുടെ അടുത്തും ഇരുന്ന് സംസാരിക്കുമ്പോൾ നല്ല വൃത്തിക്ക് പറയാറുണ്ട്. ആ സംഭവം ജാസ്മിൻ അറിഞ്ഞിരിക്കുകയാണ്. പറഞ്ഞു കൊടുത്തത് മറ്റാരുമല്ല, മുടിയനാണ് പറഞ്ഞു കൊടുത്തത്, ഋഷിയാണ് പറഞ്ഞു കൊടുത്തത്. ഋഷി പറഞ്ഞു കൊടുത്തതിന് പ്രകാരമാണ് ജാസ്മിൻ അത് അറിഞ്ഞത്. പക്ഷേ ഋഷി പറഞ്ഞു എന്ന് ജാസ്മിന് പറയാൻ വയ്യ. അതുകൊണ്ടാണ് ഋഷി പറഞ്ഞു എന്ന് പറയാതെ ജാസ്മിൻ അവിടെ ക്വസ്റ്റ്യൻ ചെയ്തത്. പക്ഷേ ജാസ്മിൻ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നൂറ പുറത്തെ കാര്യങ്ങൾ എടുത്തിടായിരുന്നു. നിനക്കെങ്ങനെ എൻ്റെ ഫോൺ നമ്പർ കിട്ടി എന്നാണ് നൂറ അവിടെ ചോദിച്ചത്. നിനക്കെങ്ങനെ എൻ്റെ ഫോൺ നമ്പർ കിട്ടി, എവിടുന്ന് കിട്ടി, പറ എന്ന് പറയുമ്പോൾ അവിടെ ജാസ്മിൻ പറയുന്നുണ്ട് മുന്നക്ക തന്നു എന്ന്. അപ്പോൾ പുറത്തുള്ള വിഷയങ്ങളൊക്കെ അങ്ങ് അകത്തേക്ക് കയറി വന്നു. എന്തായാലും മുന്നക്ക ബിഗ് ബോസ് വീട്ടിലെ കഥാപാത്രമായി മാറി. പിന്നീട് പുറത്തെ വിഷയങ്ങൾ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ടോപ്പിക് അവിടെ ക്യാൻസൽ ചെയ്തു. പിന്നീട് ജാസ്മിൻ അവിടെ നമ്മുടെ റസ്മിനെ കൊണ്ടുപോയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ റസ്മിൻ്റെ അടുത്ത് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മുടിയനെ വിളിക്കുന്നുണ്ട്. ഋഷി വന്നിട്ട് പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് പുറത്തെ കാര്യങ്ങളാണ് സംസാരിച്ചത് എന്ന്. നൂറ വന്നിരുന്ന് നിന്റെ പുറത്തെ കാര്യങ്ങൾ വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അതായത് നമ്മുടെ മുടിയൻ്റെ അടുത്തും അൻസിബയുടെ അടുത്തും റൂമിൽ വന്നിരുന്ന് പുറത്തെ കാര്യങ്ങൾ, ജാസ്മിൻ്റെ കാര്യങ്ങൾ വന്നിരുന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ ഒരു റൂൾ ഉണ്ട്, പുറത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. എന്നിട്ടാണ് പുറത്തെ കാര്യങ്ങൾ വന്നു ഇരുന്ന് പറഞ്ഞത്. ആ കലിപ്പാണ് ജാസ്മിൻ നൂറയുടെ അടുത്ത് തീർത്തത്. നൂറയുമായി ഉഗ്രം വഴക്കായിരുന്നു.